ഒരു കാലത്ത് ഒരുപാട് ആളുകൾ കളിയാക്കി. പക്ഷെ ഇതൊരു ബിസിനസ് മാഗസിനാണ്. ഇത് ബിസിനസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ പിന്നെ ഇതൊക്കെയാണോ ബിസിനസ്, സോപ്പും പേസ്റ്റും കൊണ്ടു നടന്ന് വിൽക്കുന്നതാണോ ആ കച്ചവടം എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആളുകൾ എന്നെ കളിയാക്കിയിരുന്നു. പക്ഷെ ഇത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് മാഗസിനാണ്. അവരുടെ വാർഷിക പതിപ്പാണ്. ഈ കാണുന്ന വ്യക്തി നമുക്കറിയാം, നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള MA യൂസഫ് അലി. ഇതുപോലെ വിജയിച്ച വലിയ വലിയ വ്യവസായികളും ബിസിനസ്സുകാരും അവരുടെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഇന്റർവ്യൂ സ്റ്റോറി എല്ലാം ഉള്ള ഒരു ബിസിനസ് മാഗസിനിൽ ഡിയർ ഫ്രണ്ട്സ് അതേപോലെ അച്ചടിച്ചു വന്ന ഒരു ബിസിനസ് ഇന്റർവ്യൂ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പണ്ട് കച്ചവടമാണോ എന്ന് ചോദിച്ച് കളിയാക്കിയ ആളുകൾ, ആ ആളുകൾക്ക് കാലം കൊടുത്ത മറുപടി MA യൂസഫ് അലിയും നമ്മളെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ MA യൂസഫ് അലിയുടെ ഇന്റർവ്യൂ അടിച്ച് അതേ ബിസിനസ് മാഗസിന്റെ വാർഷിക പതിപ്പിൽ അതേ വലുപ്പത്തിൽ MS പ്രസാദിന്റെ ഫോട്ടോ അടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വലിയ കഴിവുള്ള ആളായത് കൊണ്ടല്ല, മൈലേഷണൽ മാർക്കറ്റിംഗിന്റെ പവർ, ഒരു ടീം വർക്കിന്റെ പവർ. ഇന്ന് 100 കണക്കിന് കോടി വിട്ടുവരവുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ ബിസിനസ് ഉള്ള ഒരു വ്യക്തി. അവരും MA യൂസഫ് അലി 50 വർഷമായെങ്കിൽ പ്രസാദ് ഈ ബിസിനസ്സിൽ ആകെ വന്നത് 60-70 മാസമാണ്. അപ്പൊ എനിവേ നമുക്ക് ഇനിയും ഒരുപാട് സമയം നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അഭിമാനം തന്ന മുഹൂർത്തമാണ് ബെസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് അച്ചീവ്മെന്റ് അവാർഡ്. ഈ അവാർഡ് നമുക്ക് തരുന്നത് അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി, ഇന്നത്തെ വനം വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ ഉപനേതാവും ഒക്കെ ചേർന്ന് ഒരു വലിയ ഫംഗ്ഷനിൽ വെച്ച് ഈ ഒരു അവാർഡ് തരുമ്പോൾ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഞാൻ ബെൻസ് മേടിച്ചതിനോ BMW മേടിച്ചതിനോ കോടികൾ സമ്പാദിച്ചതിനോ അല്ല, മറിച്ച് 100 കണക്കിന് 1000 വീട്ടമ്മമാരും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അനേകായിരം ആളുകൾക്ക് ഒരു അവസരം കൊടുക്കാനും അവരെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കാൻ, അതിലൂടെ സർക്കാരിന്റെ നികുതി വരുമാനത്തിൽ കാര്യമായ ഒരു വർധനവ് അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനും, അങ്ങനെ പല കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു അവാർഡ്, ഡയറക്ട് സെല്ലിംഗ് അച്ചീവ്മെന്റ് അവാർഡ്, അത് കേരളത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ച അവാർഡ് ഈ ഒരു കൈകൊണ്ട് മേടിക്കാൻ ദൈവം അനുഗ്രഹിച്ചു. ബട്ട് ഡിയർ ഫ്രണ്ട്സ്, അതിനോടനുബന്ധിച്ച് കിട്ടിയ പ്രശസ്തി പത്രം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഞാൻ നിങ്ങളോട് വളരെ ചെറിയ സമയം കൊണ്ട് പറഞ്ഞത് എന്താണ്, അതായത് ടേണിംഗ് പോയിന്റ്. ഇതിനെയാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ബിസിനസ്സിൽ വന്ന എല്ലാവർക്കും ആ ടേണിംഗ് പോയിന്റ് ഉണ്ടായിട്ടില്ല. മൈലേഷണൽ മാർക്കറ്റിംഗിൽ വന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഈ മാറ്റം ഉണ്ടായിട്ടില്ല. അവിടെ നമ്മളത് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വരികയും മുബീൻ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പരിചയപ്പെടുകയും അദ്ദേഹം തന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശക്തമായ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികൾക്കും അപ്പുറം ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ടുള്ള എൻ്റെ ആ ശക്തമായ ഹാർഡ് വർക്കും, അത് തന്നെയാണ് കേവലം 7 വർഷം കൊണ്ട് ഒന്നുമല്ലാതിരുന്ന ഒരു പ്രസാദിനെ ഇന്ന് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ബിസിനസ് ഉള്ള ഒരു വലിയ വ്യവസായിയാക്കി മാറ്റിയത് ആ ഒരു തീരുമാനമെടുത്ത സമയമാണ്. സോ അപ്പൊ മൈലേഷണൽ മാർക്കറ്റിംഗിൽ വന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ സക്സസ് ആവില്ല. അതൊരു ടേണിംഗ് പോയിന്റായി, നമ്മുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റായി മാറണമെങ്കിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നമുക്കറിയാം, ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും വിജയിക്കാറില്ല. ജീവിതത്തിൽ വിജയിക്കണമെന്നും ഈ ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുകയും എന്നാൽ ഒരു 10% അതിൽ താഴെ ആളുകൾക്കോ മാത്രമാണ് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ കഴിയുന്നത്. ബാക്കി 90% ആളുകളും അവർ ജനിക്കുന്നു, കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, മരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ സക്സസ് ആവാതെ പോകുന്നത്? കഴിവില്ലാത്തത് കൊണ്ടോ കഠിനാധ്വാനം ചെയ്യാത്തത് കൊണ്ടോ അല്ല, അവർക്ക് പണിയെടുത്താൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അതാണ് ലോകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് മഹാബഹുഭൂരിപക്ഷം ആളുകളും ജീവിതത്തിൽ വിജയിക്കാതെ പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർക്കൊരു വിജയിക്കാൻ പറ്റുന്ന, പരിശ്രമിച്ചാൽ വിജയിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഡിയർ ഫ്രണ്ട്സ്, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരണം 1000 രൂപ ദിവസം കൂലി കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയിൽ നിങ്ങൾ എത്ര കഴിവുള്ള വ്യക്തിയായാലും എത്ര കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയായാലും ജീവിച്ചു പോകാനും സാധിക്കൂ. അതും നന്നായി ജീവിക്കാൻ കഴിയില്ല. ഇന്ന് നമുക്കറിയാം, 1 കിലോ മത്തി മേടിക്കണമെങ്കിൽ പോലും 240-250 രൂപ കൊടുക്കേണ്ട സമയം, 1 ലിറ്റർ പെട്രോൾ അടിക്കണമെങ്കിൽ 100 രൂപ വേണ്ട സമയം. ഈ കാലത്ത് 1000 രൂപ കൊണ്ട് ഒരു ഫാമിലിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് 2 മക്കളും പഠിക്കാനും സ്കൂളിൽ പോകുന്ന 2 മക്കളും ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അതേപോലെ തന്നെ മാസം ഒരു 25,000-30,000 ശമ്പളം കിട്ടുന്ന വ്യക്തിയുടെ അവസ്ഥയും ഇത് തന്നെയാണ്. ഒരാൾ ആ ഡെയിലി 1000 ഉണ്ടാക്കി ഡെയിലി ജീവിക്കുന്നു, മറ്റൊരാൾ മാസം 30,000 ഉണ്ടാക്കി ഒരു മാസം ജീവിക്കുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്.
എന്നിട്ട് നമ്മൾ അതിന്റെ പുറകെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് വിധിയെ പഴിച്ച് സാഹചര്യങ്ങളെ ശപിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഈ ബിസിനസ്സിൽ സ്വന്തം ജീവിതത്തിൽ എനിക്ക് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ പഠിക്കാനും ഏറ്റെടുക്കാനും 3 മുതൽ 5 വർഷം വരെ ശക്തമായി ഈ കമ്പനിയോടൊപ്പം നിൽക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, 5 വർഷം എന്നൊക്കെ പറഞ്ഞാൽ വെറും 60 മാസമാണ്. ആ ഒരു 60 മാസം ഇതിന് നിങ്ങളൊരു ശക്തമായ ഒരു ആഗ്രഹത്തോടു കൂടി, ഒരു തീരുമാനത്തോടു കൂടിയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നതെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഈസ് നോട്ട് എ മിയർലി ആൻ ഓപ്പർച്യൂണിറ്റി, ഇറ്റ് ഈസ് എ പ്രൂവൺ ഓപ്പർച്യൂണിറ്റി. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് വെറുതെ ഒരു അവസരം മാത്രമല്ല, ഇറ്റ് ഈസ് എ പ്രൂവൺ ഓപ്പർച്യൂണിറ്റി. ഇത് തെളിയിക്കപ്പെട്ട ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ 2,10,000 കിട്ടുമെന്ന് നിങ്ങൾ ആരും തെളിയിക്കണ്ട. ഈ ബിസിനസ് ചെയ്താൽ 3-4 വർഷം കൊണ്ട് ഏത് സാധാരണക്കാരനും കോടീശ്വരനാവാമെന്ന് നിങ്ങൾ ആരും തെളിയിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് പ്രൂവൺ. ഇതിവിടെ ഞാൻ ഉൾപ്പെടെ 100 കണക്കിന് 1000 ആളുകൾ സ്വന്തം ജീവിതം കൊണ്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ പണി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളുടെ ഏത് വിജയത്തിനും ചില അടിസ്ഥാന കാരണങ്ങളുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ട് ഞാൻ വിജയിച്ചു, എന്തുകൊണ്ട് എന്നോടൊപ്പം വന്ന പലരും വിജയിച്ചു എന്നുള്ളതിന്റെ ഒരു ചില പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഫണ്ടമെന്റൽസ് ഓഫ് സക്സസ്. ഏത് വിജയത്തിനും ഒരു അടിസ്ഥാനമുണ്ട്. മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ നിങ്ങൾ നാളെ ഈ ഒരു ബിസിനസ് നിങ്ങൾ ഇന്നൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത് കൊണ്ടോ ഇവിടെ വന്നത് കൊണ്ടോ മാത്രമല്ല, ഒരു ശക്തമായ തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ 4 D വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് D, ദാറ്റ് ഈസ് ഡ്രീം. ഡ്രീം വേണം, വലിയ സ്വപ്നങ്ങൾ. ഈ ബിസിനസ്സിൽ വിജയിക്കണോ? പല ആളുകളും ഈ ബിസിനസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തീർക്കാനും, കടങ്ങൾ വീട്ടാനും, അത്യാവശ്യ കാര്യങ്ങൾ നടത്താനും, ബാങ്കിലെ ലോൺ അടയ്ക്കാനും വേണ്ടി നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും സക്സസ് ആവില്ല. ഞാൻ പറയും, ഈ ബിസിനസ്സിൽ ഒരു വ്യക്തി വിജയിക്കണോ? വലിയ വലിയ സ്വപ്നങ്ങൾ. ഒന്നുകിൽ നിങ്ങൾക്ക് വലിയ ആവശ്യങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണം. ഈ വലിയ ഡ്രീംസ്, വലിയ സ്വപ്നങ്ങൾ. നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ബിസിനസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ബിസിനസ്സിൽ സക്സസ് ആവാൻ കഴിയില്ല. കാരണം വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ, മീൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്വപ്നങ്ങൾക്കപ്പുറം നമ്മളെ കൂടെയുള്ളവർക്കും നമുക്കും വളരാൻ കഴിയില്ല, നമ്മുടെ കൂടെയുള്ളവർക്കും വളരാൻ കഴിയില്ല. നമ്മൾ ചെറിയ സ്വപ്നത്തിന് വേണ്ടി ഓടിയാൽ നമ്മുടെ കൂടെയുള്ളവർക്ക് ഒന്നും നേടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ നിലവിലുള്ള ബാധ്യതകളെല്ലാം തീർക്കണം. എൻ്റെ ബാധ്യത നിങ്ങൾ കേൾക്കുന്നത് ചെറിയ ബാധ്യതകളല്ല, എൻ്റെ ബാധ്യതകൾ തന്നെ ഒരു വലിയ ബാധ്യതയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ എഡ്യൂക്കേഷൻ, അവരുടെ വിവാഹം, എനിക്ക് വില കൂടിയ മീൻസ് എൻ്റെ വലിയ കാറുകൾ, വീട് എന്ന് വേണ്ട, എൻ്റെ എൻ്റയർ ഫാമിലിയിലെ ഏറ്റവും വിജയിച്ച വ്യക്തിയായി മാറണം. അതായിരുന്നു എൻ്റെ ഡ്രീം. സോ അങ്ങനെ ഇന്നും എന്നെ മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ സ്വപ്നങ്ങൾ. എന്നെ ഇവിടെ വരെ എത്തിച്ചതും എൻ്റെ സ്വപ്നങ്ങളാണ്. ഇവിടുന്ന് ഇനി എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നതും എൻ്റെ സ്വപ്നങ്ങളാണ്. സോ വലിയ വലിയ സ്വപ്നങ്ങൾ. പ്രത്യേകിച്ച് റോയൽ ബറ്റാലിയനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ള ഓർഗനൈസേഷനാണ് ടീം റോയൽ ബറ്റാലിയൻ. യങ്സ്റ്റേഴ്സിന് പിന്നെ ഡ്രീംസിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാകും. സാധാരണ രീതിയിൽ ഞങ്ങളും ചെറുപ്പകാലത്ത് ഒരുപാട് വലിയ ഡ്രീംസുകൾ വെച്ചുകൊണ്ട് നടന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ പിന്നീട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത്, ഈ സ്വപ്നങ്ങൾക്കൊന്നും സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ കാര്യമില്ല. ഒരുപക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും കുഴിച്ചു മൂടി അന്നന്നത്തെ ആവശ്യത്തിന് പുറകെ ഓടുന്ന ഒരു വ്യക്തിയായി ഞാനും മാറുമായിരുന്നു. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടാലും നേടാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു. പക്ഷെ സ്വപ്നങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ തീരുമാനിക്കാനുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പുറകെ അല്ല നിങ്ങൾ ഓടേണ്ടത്, മറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പുറകെയാണ് നിങ്ങൾ ഓടേണ്ടത്. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പുറകെ നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളുടെ മറ്റ് പ്രശ്നങ്ങളെല്ലാം ഓട്ടോമാറ്റിക് പരിഹരിക്കപ്പെടും. കാരണം എല്ലാ പ്രശ്നങ്ങളും സ്വപ്നങ്ങൾ നേടാൻ പാകത്തിൽ നമ്മൾ വളർന്നാൽ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളോടൊപ്പം വരില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആരും ബിസിനസ് ചെയ്യരുത്, മറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായി നിങ്ങൾ മാറണം. ഒന്ന്, ഏറ്റവും വലിയ ഡ്രീം. 2, ഞാൻ പറയും ഡിസിഷൻ, തീരുമാനം. എൻ്റെ 8 ട്രെയിനിങ്ങിൽ വന്നാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഡിസിഷൻ. ഒരു ശക്തമായ തീരുമാനം എടുക്കാത്തിടത്തോളം കാലം അവന്റെ ജീവിതത്തിൽ എത്ര വലിയ അവസരം കിട്ടിയാലും, എത്ര അനുകൂല സാഹചര്യം ഉണ്ടായാലും ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല.
ഈ ബിസിനസ്സിൽ എനിക്കറിയാം, എനിക്ക് മുമ്പും എനിക്ക് ശേഷവും വന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പരാജയപ്പെട്ട ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയത് ഒരേ ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഒരേ അവസരം, സാഹചര്യമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് കുറച്ചാളുകൾ വിജയിക്കുന്നു, മഹാബഹുഭൂരിപക്ഷം ആളുകൾ വിജയിക്കാതെ പോകുന്നു? ഒരുപക്ഷെ കഴിവാണ് അടിസ്ഥാനമെങ്കിൽ എന്നേക്കാൾ കഴിവുള്ള എത്രയോ ആളുകളാണ് ഇവിടെ പരാജയപ്പെട്ടു പോയത്. ഒരുപക്ഷെ ഇന്ന് വിജയിക്കുന്ന ആളുകളെക്കാൾ എത്രയോ കഴിവുള്ളവരാണ് പരാജയപ്പെട്ട പതിനായിരക്കണക്കിന് ആളുകൾ. എന്താണ് കാര്യം? അപ്പൊ കഴിവിലല്ല കാര്യം. ഒന്ന്, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണം. രണ്ട്, ശക്തമായ തീരുമാനം ഉണ്ടാവണം. ഇത് മുബീൻ മുഹമ്മദിന് കിട്ടുമെങ്കിൽ എനിക്കും കിട്ടും, എനിക്കിത് കിട്ടിയേ പറ്റൂ, എനിക്ക് വിജയിച്ചേ തീരൂ എന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമായിരുന്നു, ഡിസിഷൻ ആയിരുന്നു. ഒരുപക്ഷെ പലരും ഈ തീരുമാനം പലപ്പോഴും എടുക്കാറുണ്ട്, പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും അതിൽ ഉറച്ചു നിൽക്കാറില്ല എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ശക്തമായ തീരുമാനമെടുത്തവർക്ക് മാത്രമേ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയൂ. ഡിസിഷൻ. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പോയിന്റ്, അതായത് ഒരു തീരുമാനമെടുത്ത് ഈ ബിസിനസ് ചെയ്യുന്നവനെയും അല്ലാത്തവനെയും കണ്ടാൽ അറിയാം. ഒരുപാട് ആളുകൾ ഈ ബിസിനസ് ചെയ്യുന്നു, എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, വിജയിക്കണം എന്നൊരു ആഗ്രഹം മാത്രം, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നിങ്ങൾ ഈ ബിസിനസ് 50 കൊല്ലം ചെയ്താലും സക്സസ് ആവാൻ പോകുന്നില്ല. സോ ഒരു തീരുമാനം എടുത്ത് ഇറങ്ങിയവനെ കണ്ടാൽ അറിയാം, അവന്റെ കണ്ണുകളിൽ നോക്കിയാൽ അറിയാം, അവന്റെ മുഖഭാവത്തിൽ അറിയാം, അവന്റെ സംസാരത്തിൽ അറിയാം ഇവൻ വിജയിക്കാൻ ഇറങ്ങിയവനാണെന്ന്. ആ തോന്നൽ, ആ തീരുമാനം, മീൻസ് ആ ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും. എന്റെയും സത്യം മാഷിന്റെയും ഒക്കെ കൂടെ ഒരുപാട് ആളുകൾ കടന്നു വന്നതും കൂടെ നിന്നതും ഞങ്ങളുടെ അച്ചീവ്മെന്റ് കണ്ടിട്ടല്ല, ഞങ്ങളുടെ ആ ഫയർ കണ്ടിട്ടാണ്. നിങ്ങൾ മുഹമ്മദ് ഇജാസ് സാറും ജസീർ സാറിനൊക്കെ ഞാൻ പ്ലാൻ ബിസിനസ് പറയുന്ന സമയത്ത് ആഴ്ചയിൽ 10,000 രൂപ തികച്ച് വരുമാനം ഇല്ലാത്ത വ്യക്തിയാണ് ഞാൻ. നല്ലൊരു ബ്രാൻഡഡ് ഷർട്ട് പോലും അന്ന് ഇട്ടിട്ട് പോകാൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ഞാൻ അവർക്ക് പ്ലാൻ കൊടുക്കുന്ന സമയത്ത്, അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്ന സമയത്ത് അവർക്കൊരു കാര്യം മനസ്സിലായി, ഇവൻ ഇന്നെന്ത് കിട്ടുന്നു എന്നുള്ളതല്ല, ഇവൻ വിജയിക്കുമെന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ സാധിച്ചത് കൊണ്ടാണ് അന്നത്തെ ജസീർ സാറും മുഹമ്മദ് ഇജാസ് സാറും ഉൾപ്പെടെയുള്ള ലീഡേഴ്സ് എന്റെ കൂടെ വന്നത്. സത്യം മാഷ് എന്നോടൊപ്പം വന്നത് എന്റെ അച്ചീവ്മെന്റ് കണ്ടിട്ടോ വരുമാനം കണ്ടിട്ടോ അല്ല, മറിച്ച് അന്ന് എന്നേക്കാൾ കൂടുതൽ വരുമാനമുള്ള ആളാണ് സത്യം മാഷ്. കാരണം എനിക്ക് വേലയും കൂലി ഇല്ലാത്തപ്പോൾ സത്യം മാഷ് നല്ല ബാങ്കിൽ ജോലിയും കോളേജും ക്ലാസ്സും എല്ലാം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. സത്യം മാഷിനെ പോലെ, സോമകുമാർ സാറിനെ പോലുള്ള ആളുകൾ എന്നോടൊപ്പം കടന്നു വന്നതും കൂടെ നിന്നതും എന്റെ അച്ചീവ്മെന്റ് കണ്ടിട്ടല്ല, മറിച്ച് എന്റെ ഉള്ളിലെ ആ ഫയർ കണ്ടിട്ടാണ്. എന്റെ തീരുമാനത്തിന്റെ ശക്തിയാണ് അവരെയൊക്കെ ഈ ബിസിനസ്സിലേക്ക് കൂടെ നിർത്തിയത്. സോ ഈ ഒരു തീരുമാനം എടുത്ത് ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന ആളുകളെയും വെറുതെ ചെയ്യുന്ന ആളുകളെയും കണ്ടാൽ അറിയാൻ പറ്റും. അവരുടെ ബോഡി ലാംഗ്വേജിൽ, അവരുടെ കണ്ണുകളിൽ, അവരുടെ സംസാരത്തിൽ എല്ലാം അതിങ്ങനെ നിറഞ്ഞു നിൽക്കും. സോ ഒന്ന്, വലിയ ഡ്രീം ആണെങ്കിൽ. രണ്ട്, എന്തു വില കൊടുത്തും അത് നേടാനുള്ള ശക്തമായ തീരുമാനമാണ്. മൂന്നാമത്തത് ഡെഡിക്കേഷൻ ആണ്. ഡെഡിക്കേഷൻ, നോ പെയിൻ നോ ഗെയിൻ. ഡെഡിക്കേഷൻ ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഒരു 3 വർഷമെങ്കിൽ 3 വർഷം, 5 വർഷമാണെങ്കിൽ 5 വർഷം ഗൾഫിൽ പോയവന്റെ മനസ്സ്, ഗൾഫിൽ പോയവന്റെ ആറ്റിറ്റ്യൂഡ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടത് അതാണ്. അല്ലാതെ മീൻസ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൾഫിലാണെന്ന് വിചാരിച്ചേക്കുക, നമ്മൾ അതിനുവേണ്ടി അങ്ങ് ഇറങ്ങിത്തിരിക്കുക. ഇവിടെ തന്നെ നമുക്കറിയാം, ഇന്ന് രാവിലെ 7 മണിക്ക് നിങ്ങൾ ഈ ഒരു ട്രെയിനിങ്ങിൽ ഇരിക്കണമെങ്കിൽ മിനിമം 6:30 നിങ്ങൾ എണീറ്റ് ഫ്രഷ് ആയി നിങ്ങൾ ഇരിക്കണം. ഇരുന്നാൽ മാത്രമേ നിങ്ങൾ, മീൻസ് അതൊരു പെയിനാണ് ആക്ച്വലി. ഓക്കെ. അതേസമയം തന്നെ ചില ആളുകൾ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ചില ആളുകൾ വളരെ ആവേശത്തോടു കൂടി ഇരുന്ന് ഡയറിയും പെന്നും എല്ലാം എടുത്തു വെച്ചുകൊണ്ട് വളരെ സീരിയസ് ആയി എൻ്റെ വാക്കുകൾ കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. എന്നാൽ വെറുതെ ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് കിടന്ന് എന്തായാലും വെറുതെ കിടക്കുകയല്ലേ, ഒരു TV കാണുന്ന മനോഭാവത്തോടു കൂടി ഇത് കാണുന്ന ആളുകളും ഉണ്ടാവും. ഇത് ആരുടെ ജീവിതത്തിലാണ് മാറ്റം ഉണ്ടാക്കുക? ആരെയാണ് ഇത് ചിന്തിപ്പിക്കുക? സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എണീറ്റിരുന്ന് ഇത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു ഡെഡിക്കേഷൻ വേണം. കിടന്ന് ഇത് കേൾക്കാൻ പ്രത്യേകിച്ച് ഒരു ഡെഡിക്കേഷനും വേണ്ട. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ കാണുന്ന ഈ അച്ചീവ്മെന്റ് ഒന്നും എനിക്ക് വെറുതെ കിട്ടിയതല്ല. ഞാൻ ഇന്നും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഉള്ളത് എൻ്റെ വീട്ടിലല്ല. ഞാൻ അന്നും ഇന്നും ഈ ബിസിനസ്സിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി ഹാർഡ് വർക്ക് ചെയ്യുന്നു. സത്യം മാഷിനെ ഉൾപ്പെടെ വിജയിച്ച ഏത് വ്യക്തിയെ എടുത്താലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരുടെ ആ ഒരു ബിസിനസ്സിനോടുള്ള ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഡിറ്റർമിനേഷൻ, ഇച്ഛാശക്തി. ഇച്ഛാശക്തി ഇല്ലാതെ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല.
കാരണം ഈ വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മുടെ പുറകെ മുമ്പിലുണ്ടാവും. വിജയത്തിലേക്കുള്ള പാതകളൊന്നും അത്ര എളുപ്പമുള്ളതായിരിക്കില്ല. ഓക്കെ, അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയത്തിലേക്കുള്ള പാതകൾ എപ്പോഴും, അല്ലെങ്കിൽ ഉയരത്തിലേക്കുള്ള പാതകൾ എപ്പോഴും കുറച്ച് കാഠിന്യമുള്ളതായിരിക്കും. നമുക്ക് പല പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരും. നമ്മൾ വിചാരിച്ച പല ആളുകൾ ബിസിനസ്സിൽ വരില്ല, വന്ന പല ആളുകൾ ചെയ്യില്ല. മീൻസ് അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്. കുറെ ആളുകൾ കൂടെ നിന്നവൻ തന്നെ നാളെ തിരിഞ്ഞു നിന്ന് നമ്മളെ വിമർശിക്കും, കൂടെയുള്ളവൻ ഇട്ടിട്ട് പോകും, പല ആളുകൾ കുറ്റം പറയും, പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിടേണ്ടി വരും. പക്ഷേ വിജയിക്കാൻ ഒരുത്തൻ തീരുമാനിച്ചിറങ്ങിയാൽ അവൻ ഇച്ഛാശക്തി ഉള്ളവനാണെങ്കിൽ ഒരു പ്രതിസന്ധിക്കോ അവന് തകർക്കാനോ തളർത്താനോ കഴിയില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, ഈ ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് വലിയ സ്വപ്നങ്ങളും ശക്തമായ തീരുമാനവും അതിനേതറ്റം വരെ കഠിനാധ്വാനം ചെയ്യാനുള്ള സമർപ്പണ മനോഭാവവും ഒപ്പം ഇച്ഛാശക്തിയും. ഈ 4D ആണ് ഈ ബിസിനസ്സിൽ വിജയിച്ച ഏതൊരു വ്യക്തിയെയും വിജയിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു D ഇല്ലെങ്കിൽ ബാക്കി 3 ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ചില വിജയത്തിന്റെ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന് ഞാൻ പറഞ്ഞു, സ്വപ്നങ്ങൾ മാത്രമല്ല, ആ സ്വപ്നങ്ങളെ നമ്മൾ കൃത്യമായ ലക്ഷ്യങ്ങളായിരിക്കണം. എനിക്ക് ഏത് സമയത്ത് എന്ത് നേടണം, ഒരുപാട് സ്വപ്നങ്ങളുടെ പുറകെ ഒരുമിച്ച് ഓടുന്നതിനല്ല. അതിൽ നിന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിനും പ്രയോറിറ്റിക്കും അനുസരിച്ച് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരിക. ഈ ബിസിനസ്സിലൂടെ ഞാൻ ആദ്യം വെച്ചത് ഒരു നല്ല സ്മാർട്ട് ഫോൺ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ലക്ഷ്യം വെക്കാം. ഈ വരുന്ന ഒക്ടോബർ 2 ഗാല പെർഫോമൻസ് ബോണസ് അച്ചീവേഴ്സിനെ വെച്ചുകൊണ്ട് നമ്മൾ വയനാട്ടിലെ പഞ്ചനക്ഷത്ര റിസോർട്ടിൽ മുബീൻ മുഹമ്മദ് സാറും ഞാനും ഉൾപ്പെടെ SITയിലെ എല്ലാ ലീഡേഴ്സും അണിനിരക്കുന്ന കളർഫുൾ ആയ ഒരു പ്രോഗ്രാം വരുന്ന ഒക്ടോബർ 2-ാം തീയതി നടക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ലക്ഷ്യങ്ങൾ പല രീതിയിലാണ്. ഒന്നൊരു മൊബൈൽ ഫോൺ ആവാം, ഒരു ലാപ്ടോപ്പ് ആവാം, ഒരു ബൈക്ക് ആവാം, കാർ ആവാം. ഒപ്പം തന്നെ നമ്മുടെ ബിസിനസ്സിൽ കണക്ട് ചെയ്തിട്ടുള്ള ഗോളുകൾ, അത് പെർഫോമൻസ് ബോണസ് ആവാം, വീക്ക്ലി ഇൻകം ആകാം, റാങ്കുകൾ ആവാം. ലക്ഷ്യങ്ങൾ വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും ഒരു ലക്ഷ്യം വെക്കുക. ഇനി വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മുടെ മന്ത്ലി ക്ലോസിംഗ്. എന്ത് വില കൊടുത്തും അടുത്ത ഒരാഴ്ച കൊണ്ട് പെർഫോമൻസ് ബോണസ് അടിച്ച് ഞാനും ഗാല സീസൺ 2-ൽ വയനാട് റിസോർട്ടിൽ ഞാനും ഉണ്ടാകുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും അത്. സോ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ വ്യക്തമായ ലക്ഷ്യങ്ങൾ, എപ്പോൾ എന്ത് നേടണം, എപ്പോൾ എന്താവണം എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. 2, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആക്ഷൻ പ്ലാൻ. ഇതൊന്നും ഒരു ട്രെയിനിങ് സെക്ഷൻ അല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്കൊന്നും പോകുന്നില്ല. കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ, ഒരു കർമ്മ പദ്ധതി. നമ്മൾ ഈ മാസത്തെ പെർഫോമൻസ് ബോണസ് അടിക്കാൻ തീരുമാനിച്ചാൽ അത് എങ്ങനെ അടിക്കാം, അതിനൊരു പദ്ധതി വേണം. നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ അടുത്ത ഒരു 6 മാസം കൊണ്ട് ഒരു സീലിംഗ് അച്ചീവർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ഒരു വർഷം കൊണ്ട് ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ട പദ്ധതികൾ പ്ലാൻ ചെയ്യണം. ആക്ഷൻ പ്ലാൻ ഉണ്ടാവണം. 2, പ്രയോറിറ്റി മീൻസ് ഈ ബിസിനസ്സിൽ വിജയിക്കണോ, നമ്മളുടെ പ്രയോറിറ്റി ഈ ബിസിനസ് ആയിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ ഈ ബിസിനസ്സിന് നിങ്ങൾ കൊടുക്കുന്ന പ്രയോറിറ്റിയാണ് നിങ്ങൾ ഈ ബിസിനസ്സിൽ എന്താവണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. പ്രയോറിറ്റി. ഇപ്പൊ വിജയിച്ച ലീഡേഴ്സ്, ഞാൻ ഉൾപ്പെടെ, മുബീൻ സാർ ഉൾപ്പെടെ, സത്യം മാഷ് ഉൾപ്പെടെയുള്ള ഏത് വ്യക്തികളെ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, അവർ ഈ ബിസിനസ്സിൽ അവർക്ക് ഇത് കഴിഞ്ഞേ വേറെ എന്തുള്ളൂ. അവർക്ക് ഒരു പക്ഷെ പലപ്പോഴും സ്വന്തം ഫാമിലിയേക്കാൾ കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നത് ബിസിനസ്സിനായിരിക്കും. അവരുടെ മീൻസ് ഇപ്പൊ നമ്മളെ ഒരുപാട് ആളുകൾ ലൈഫ് സ്റ്റൈൽ ചെയ്യാറുണ്ട്. പക്ഷെ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ട് അതിൻ്റെയൊക്കെ പുറകെ പോകും. ഒരു കല്യാണമുണ്ടെങ്കിൽ, മരണമുണ്ടെങ്കിൽ, പാലുകാച്ചിനും നൂലുകെട്ടിനും ഹൗസ് വാമിങ്ങും എന്ന് വേണ്ട, പള്ളിപ്പെരുന്നാൾ, ഉത്സവവും എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ചെയ്യേണ്ട പണിയല്ല മൈ ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ മൈ ലൈഫ് സ്റ്റൈലിന് വേണ്ടി എന്തും മാറ്റിവെക്കൂ. പക്ഷെ മൈ ലൈഫ് സ്റ്റൈലിനെ നിങ്ങൾ ഒന്നിനു വേണ്ടിയും മാറ്റിവെക്കാൻ പാടില്ല. മിനിമം ഒരു 3-4 വർഷത്തേക്കെങ്കിലും ആ പ്രയോറിറ്റി, മറ്റെന്തിനേക്കാൾ വലിയ പ്രയോറിറ്റി നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈലിന് കൊടുക്കാൻ സാധിച്ചാൽ ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട, ഈ കമ്പനിയും ഈ ബിസിനസ്സും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇതൊരു പക്ഷെ ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറും. പക്ഷെ പ്രയോറിറ്റി, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ ബിസിനസ്സിന് കൊടുക്കുന്ന, ലൈഫിൽ കൊടുക്കുന്ന പ്രയോറിറ്റിയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താവണമെന്ന് തീരുമാനിക്കുന്നത്. സോ ഈ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദാറ്റ് ഈസ് പ്രയോറിറ്റി. ദ 4th പോയിന്റ്, ദാറ്റ് ഈസ് പാഷൻ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, മൈ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ഒരു ബിസിനസ് ആയിട്ടോ അതല്ലെങ്കിൽ നിങ്ങളൊരു ജോലിയായിട്ടോ കാണാൻ പാടില്ല. ഇത് നിങ്ങൾക്കൊരു പാഷൻ. വിജയിച്ച ആളുകളെ നിങ്ങൾ നോക്കൂ, അവർക്ക് മൈ ലൈഫ് സ്റ്റൈൽ, എന്നെ സംബന്ധിച്ച് മൈ ലൈഫ് സ്റ്റൈൽ എനിക്കൊരു ബിസിനസ് അല്ല, എനിക്കൊരു ജോലിയല്ല, മറിച്ച് മൈ ലൈഫ് സ്റ്റൈൽ എൻ്റെ പാഷനാണ്.
സച്ചിൻ ടെണ്ടുൽക്കറിനും വിരാട് കോഹ്ലിക്കും ക്രിക്കറ്റ് പാഷൻ ആയതുപോലെ, യേശുദാസിന് മ്യൂസിക് പാഷൻ ആയതുപോലെ, ലയണൽ മെസ്സിക്കും റൊണാൾഡോയ്ക്കും ഫുട്ബോൾ ഒരു പാഷൻ എങ്ങനെയാണോ അതേപോലെയാണ് മൈ ലൈഫ് സ്റ്റൈൽ. ഞാൻ പൈസയ്ക്ക് വേണ്ടി, ഒരു കാലത്ത് ഞാൻ പണത്തിന് വേണ്ടിയാണ് മൈ ലൈഫ് സ്റ്റൈൽ ചെയ്തതെങ്കിൽ ഇന്ന് ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നത് പാഷന് വേണ്ടിയാണ്. കാരണം പണം ഒരു വശം ഞാൻ സ്വപ്നം കണ്ടതിലപ്പുറം നേടിക്കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും ഇന്നും ശക്തമായി ബിസിനസ് ചെയ്യാനുള്ള കാരണം ഇറ്റ് ഈസ് മൈ പാഷൻ. നിങ്ങളും അതേപോലെ. കാരണം ജോലി നമുക്ക് ബോറടിക്കും, ബിസിനസ് നമുക്ക് ബോറടിക്കും, പക്ഷേ പാഷൻ അത് ലോകത്ത് ഒരു മനുഷ്യനും ബോറടിക്കില്ല. അപ്പം നിങ്ങൾ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസിനെ വിജയിച്ച വ്യക്തികളെ പോലെ ഇന്നു മുതൽ ഒരു 5 വർഷത്തേക്ക് എന്റെ പാഷൻ അത് മൈ ലൈഫ് സ്റ്റൈൽ ആണോ, നിങ്ങൾ സക്സസ് ആവും, നോ ഡൗട്ട് അറ്റ് ഓൾ. അല്ലാതെ വെറുതെ ഒരു ജോലി പോലെ ബിസിനസ് പോലെ നിങ്ങൾ ഇതിനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ആവേശത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വലിയ വിജയത്തിൽ പോകാൻ സാധിക്കില്ല. 5ാമത്തെ പോയിന്റ്, ദാറ്റ് ഈസ് ബിലീഫ്, വിശ്വാസമാണ്. ഇത് എനിക്ക് പറ്റുമെങ്കിൽ ആർക്കും പറ്റും. ഇത് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കും പറ്റും. ഈ വിശ്വാസം, ബിലീഫ്, നമ്മൾ വിശ്വസിക്കുന്നതാണല്ലോ സംഭവിക്കുന്നത്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് സംഭവിക്കുന്നു എന്നാണ്. സോ അടിയുറച്ച വിശ്വാസം, 101% വിശ്വാസം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ കമ്പനിയിൽ, ഈ പ്രോഡക്റ്റില്, ഈ ടീമില് അങ്ങോട്ട് വിശ്വസിക്കുക. ഒപ്പം എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കും ഇത് പറ്റും. ഞാൻ മുബീൻ സാറിനോട് കാണിച്ച അതേ വിശ്വാസം നിങ്ങൾക്കും എന്നേക്കും ഇത് കിട്ടിയേ പറ്റൂ എന്നുള്ള ആ വിശ്വാസം, ആ ഒരു 100% വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക. ആ 101% ബിലീഫ്, ദെൻ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. പല ആളുകൾക്കും വിജയിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ല. ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പം ഞാനങ്ങ് വിജയിക്കും എന്നൊരു മനോഭാവമാണ് പലർക്കും ഉള്ളത്. ഒരിക്കലും നടക്കില്ല. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നതും നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അത് സ്വയം ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് വിജയിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വിജയിക്കാൻ തീരുമാനിക്കുന്നത് വരെ നമ്മളെ ആർക്കും വിജയിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് വരെ നമ്മളെ ആർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. സോ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. നമ്മൾ വിജയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ സക്സസ് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് മറ്റൊരാളുടെ ഉത്തരവാദിത്തത്തിൽ നമുക്കത് നേടിയെടുക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കരുത്. സോ ഇത് എന്റെ ബിസിനസ്സാണ്, ഇത് എന്റെ സക്സസ്, എന്റെ ഉത്തരവാദിത്തമാണ്. സോ എന്താണോ വിജയിക്കാൻ ചെയ്യേണ്ടത്, അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതിനുവേണ്ടി മറ്റൊരാളെ കാത്തു നിൽക്കുന്ന സ്വഭാവം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. സോ ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുക്കുക. ഇത് 7th പോയിന്റ്, ദാറ്റ് ഈസ് എക്സൈറ്റ്മെന്റ്, പവർ, എക്സൈറ്റ്മെന്റ്. ഈ ബിസിനസ്സിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴായിക്കോട്ടെ, പലരും പറയാറുണ്ട്, ഞാൻ പറഞ്ഞിട്ട് ആരും വരുന്നില്ല സാറേ, എൻ്റെ കൂടെ വന്നവരൊന്നും അങ്ങ് ആക്റ്റീവ് ആവുന്നില്ല സാറേ. പല ആളുകൾ പറയുന്ന കാര്യമാണ്. അവരുടേതല്ല കുഴപ്പം. എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആവേശമാണ്. ഇത് ചെയ്യുമ്പോൾ ഒരു ആവേശത്തോടു കൂടി ചെയ്യണം. ഇത് ചെയ്യുന്ന പല ലീഡേഴ്സിനെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, അവരുടെ നിപ്പിലും നടപ്പിലും എന്തിനും ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ പോലും, അവരൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പോലും ആ ഒരു പവർ, ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. അതല്ലാതെ വെറുതെ നിർവികാരമായ ഒരു മനോഭാവവും രക്ഷപ്പെടുവോ ആവോ എന്ന സംശയത്തോടു കൂടിയുള്ള പ്രവർത്തനമാണെങ്കിൽ ഒരിക്കലും നടക്കില്ല. ഈ എക്സൈറ്റ്മെന്റ് തന്നെ വരില്ല. എക്സൈറ്റ്മെന്റ് വരണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം വരണം. അവന്റെ മുമ്പിൽ വലിയ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും അത് നേടാൻ പറ്റുന്നുള്ള അടിയുറച്ച വിശ്വാസവും അതിനോടുള്ള ഒരു പാഷനും ഇത് വരുമ്പോൾ എക്സൈറ്റ്മെന്റ് അതിന്റെ കൂടെ തനിയെ വരുന്നതാണ്. അതല്ലാതെ എക്സൈറ്റ്മെന്റ് മാത്രമായി ഒരാൾക്ക് വരില്ല. സോ ഈ പല കാര്യങ്ങളും ഡിപ്പെൻസ് ആണ് എക്സൈറ്റ്മെന്റ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിട്ടാണോ ബിസിനസ് ചെയ്യുന്നത്, നിങ്ങളുടെ സക്സസും അത്രത്തോളം വലുതും അത് വേഗത്തിലുമായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 7th പോയിന്റ് എക്സൈറ്റ്മെന്റ്. 8th പോയിന്റ് ഹാറ്റ് ഈസ് ഹാർഡ് വർക്ക്. ഇതിനെ നിങ്ങൾ വലിയ പെയിൻ ആയിട്ടൊന്നും കാണരുത്. മൈലേജ് ബിസിനസിനെ ഹാർഡ് വർക്ക് എന്ന് പറയാൻ പാടില്ല. ആക്ച്വലി ഇറ്റ് ഈസ് എ സ്മാർട്ട് വർക്ക്. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ വല്ല വാർക്കപ്പണിക്കും പോകണം, സെൻട്രിങ്ങിന്റെ പണിക്കും ടൈൽസിന്റെ പണിക്കും ചുമടെടുക്കുന്ന പണിക്കും ഒക്കെ പോകുന്നവനെയാണ് നമ്മൾ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് സ്മാർട്ട് വർക്ക്. നല്ല സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് വേണം, നിങ്ങൾ അതിനുവേണ്ടി രാവിലെ ഒരു ഒരു 6 മണി 5 മണിക്ക് ഉണരുകയും ഒരു 6 മണിക്കെങ്കിലും നമ്മൾ ഫ്രഷായി ഒരു 6:30 കൂടി വീട്ടിൽ നമ്മളൊരു ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ 6:37 ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി രാത്രി ഒരു 11 മണി വരെയൊക്കെ നമുക്ക് ഫീൽഡിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അങ്ങനെ ഒരു ഹാർഡ് വർക്ക്. പക്ഷെ ഇതൊരു ശരീരം കൊണ്ടുള്ള കഠിനാധ്വാനമല്ല. പക്ഷെ നമ്മുടെ സ്കില്ലും നമ്മുടെ ടൈമും നമ്മുടെ
എനർജി അല്ല, നമ്മൾ പോസിറ്റീവായിട്ടാണ് നമ്മൾ അത് ചെയ്യുക. മീൻസ് ഹാർഡ് വർക്ക് ചെയ്യുക. ദെൻ അപ്ഡേഷൻ, ഓരോ കാര്യങ്ങളിലും നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കമ്പനിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച്, ഇൻഡസ്ട്രിയുടെ മാറ്റത്തിനനുസരിച്ച്, സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച്, നമ്മുടെ റാങ്കും അച്ചീവ്മെന്റും മാറുന്നതനുസരിച്ച് നമ്മൾ ഓരോ ദിവസവും പുതിയ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും പഠിക്കുക. ഡെയിലി ഒരു കാര്യമെങ്കിലും പുതുതായി പഠിക്കുക, ഒരു കാര്യമെങ്കിലും ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്ഡേഷൻ എല്ലാ രീതിയിലും ഉണ്ട്. അത് ഒന്ന് നോളജ് ലെവൽ അപ്ഡേഷൻ, അതിന് നമ്മൾ ഒരു ദിവസം ഒരു കാര്യമെങ്കിലും പഠിക്കുക. പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ നമ്മളിൽ ഉണ്ടാവുന്ന ചേഞ്ചാണ് മറ്റുള്ളവരെ നമ്മളെ ശ്രദ്ധിക്കുന്നതും നമ്മുടെ കൂടെ വരുന്നതിന്റെ പ്രധാന കാരണം. ഞാൻ അന്നും അന്നത്തെ അതേ രീതിയിലാണ് ഇന്നും പോകുന്നെങ്കിൽ എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല. ഇവിടെ പലരുടെയും കൂടെ ആരും വരാത്തത് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഒരു മാറ്റവും കാണുന്നില്ല. പലർക്കും നമ്മളോട് വരണമെന്നുണ്ട്, അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ 2 കൊല്ലം മുമ്പ് എന്താണോ അത് തന്നെയാണ് ഇന്നും. കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ പോലും മാറിയിട്ടില്ല, അവന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പിന്നെ അവന്റെ കൂടെ ആരും വരില്ല. അപ്പൊ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോളജ് ലെവലിലുള്ള അപ്ഡേഷൻ, നമ്മുടെ അച്ചീവ്മെന്റ് ലെവലിലുള്ള അപ്ഡേഷൻ എല്ലാം വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ തന്നെ നിങ്ങൾ കണ്ടില്ല, ആദ്യം ഇന്നോവ എടുത്തു, 1 വർഷം കഴിയുമ്പോൾ ബെൻസ് എടുക്കുന്നു, 1 വർഷം കഴിയുമ്പോൾ BM എടുക്കുന്നു. അത് ആളുകൾ നോക്കുമ്പോൾ നമ്മളെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ പോലും നമ്മളിങ്ങനെ വന്ന് ഒരു സാധാരണ സെക്കൻഡ് ഹാൻഡ് ഫോണിൽ നിന്ന് തുടങ്ങി ഒരു ചെറിയ സ്മാർട്ട് ഫോണിൽ ഇന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ആപ്പിൾ 12 Pro Maxലാണ്. അപ്പൊ മീൻസ് നമ്മുടെ അപ്ഡേഷൻസ്, ഈ നമ്മുടെ ചേഞ്ച്, ഇതാണ് മറ്റുള്ളവർ നമ്മളെ കൂടെ വരാനും കൂടെ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളുടെ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്, എന്നാലും ഈ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. സക്സസ് ഈസ് നോട്ട് എ ചാൻസ്. ജീവിതത്തിൽ വിജയിച്ചവരാരും ഭാഗ്യം കൊണ്ട് വിജയിച്ചിട്ടില്ല. ചിലരൊക്കെ പറയാറുണ്ട്, പ്രസാദ് സാർ ഭാഗ്യവാനാണ്, സത്യം മാഷ് ഭാഗ്യവാനാണ്. ആരും ഭാഗ്യം കൊണ്ട് മാത്രം വിജയിച്ച ഒരാളെയും നിങ്ങൾക്ക് ഈ ബിസിനസ് കാണാൻ കഴിയില്ല. അവർ എന്തൊക്കെ വിജയിച്ചിട്ടുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങളും അതിനുശേഷം പറഞ്ഞ 8 പോയിന്റ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സക്സസ് ഈസ് നോട്ട് എ ചാൻസ്, ഇറ്റ് ഈസ് എ ഡിസിഷൻ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മനുഷ്യൻ ഒരു തീരുമാനമെടുക്കും. അത് ചിലപ്പോൾ ചില തിരിച്ചറിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം, ചിലപ്പോൾ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം. പക്ഷെ ചില സമയത്ത് എടുക്കുന്ന ചില കടുത്ത തീരുമാനങ്ങൾ. സക്സസ് ഈസ് നോട്ട് എ ചാൻസ്, it is a decision. അതൊരു തീരുമാനമാണ്. When the time of decision, destiny is shaped. നമ്മൾ ഒരു തീരുമാനം എടുക്കുന്ന നിമിഷത്തിൽ തന്നെ നമ്മുടെ വിധിയും നിശ്ചയിക്കപ്പെടുന്നു. അത് ആന്റണി റോബിൻസൺ പറഞ്ഞ ഏറ്റവും പ്രശസ്തമായ ഒരു കോട്ടിംഗ് ആണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാം, എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുന്നത്, ഈ ലോകത്ത് ഏറ്റെടുത്താൽ പ്രവർത്തിച്ചാൽ വിജയിക്കാൻ പറ്റുമെന്ന് 100% ഉറപ്പുള്ള പ്രൂവ് ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ആ ബിസിനസ് ചെയ്ത് വിജയിക്കാൻ ഒരു കാലത്തും ഇല്ലാത്തത്രയും അനുകൂലമായ സാഹചര്യം, പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വിജയിക്കാനുള്ള അവസരവുമുണ്ട്, അനുകൂലമായ സാഹചര്യവുമുണ്ട്. പക്ഷേ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം. എല്ലാവരും ചെയ്യുന്നു മൈലേജ് സ്റ്റൈൽ, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന മനോഭാവത്തോടു കൂടി ഈ ബിസിനസ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു അച്ചീവർ ആവാൻ കഴിയില്ല. സോ ഇന്നത്തെ ഈ സുപ്രഭാതം ഒരു തീരുമാനമെടുക്കാൻ, ഇന്നലെ വരെ എടുക്കാൻ കഴിയാത്തവർക്ക് പോലും ഇന്നും, ഒരു പക്ഷേ 7 കൊല്ലം മുമ്പ് ഞാൻ എടുത്ത പോലെ ഒരു തീരുമാനം നിങ്ങൾക്ക് ഇന്ന് എടുക്കാൻ സാധിച്ചാൽ ഒരു സംശയമില്ല, ഒരു പക്ഷെ ചില ആളുകളുടെയെങ്കിലും ജീവിതത്തിൽ ഇന്നായിരിക്കും ടേണിംഗ് പോയിന്റ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. സോ വെൻ ദി ടൈം ഓഫ് ഡിസിഷൻ, ഡെസ്റ്റിനി ഈസ് ഷേപ്ഡ്. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്. എനിവേ, ഞാൻ എൻ്റെ ഈ ഒരു 1 hour ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ മൈലേഷൻ ഞാൻ ആരായിരുന്നു എന്നും, മൈലേഷൻ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ, അത് ഒരു മുബീൻ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ദൈവദൂതൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ഒരു തീരുമാനമെടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തു മാറ്റമുണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ആബ്സല്യൂട്ട്ലി ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിനേക്കാൾ 10 ഇരട്ടി വലിയ സാധ്യതയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശക്തമായ തീരുമാനമെടുക്കാനും ഇച്ഛാശക്തിയോടുകൂടി ഏറ്റെടുക്കാനും നാളെ ഞങ്ങളെക്കാൾ വലിയ അച്ചീവേഴ്സായി മാറാൻ സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. വിഷ് യു ആൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മൈലേഷൻ മാർക്കറ്റിംഗ്. താങ്ക് യു.